തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിലെ കൂട്ടക്കൂറുമാറ്റത്തിൽ BJP പിന്തുണയെ എതിർത്ത പഞ്ചായത്ത് അംഗത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ച് വിമത കോൺഗ്രസ് നേതാവ് അക്ഷയ് സന്തോഷിനെയാണ് വിമത നേതാവ് TM ചന്ദ്രൻ സ്വാധീനിക്കാൻ ശ്രമിച്ചത്. ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്നു. ഞാൻ പറഞ്ഞു നമുക്ക് BJP സപ്പോർട്ട് ഉണ്ട്, കിട്ടിയ എല്ലാ സാധനങ്ങളും രാജിവെച്ചതിന് ശേഷം ഞാൻ വരുള്ളൂ. എനിക്ക് വലിയ നാണക്കേട് ചുമന്നിറക്കാൻ ഞാൻ നിലപാട് ഞാൻ പറഞ്ഞു. എനിക്ക് BJP യാതൊരു ബന്ധവും ഇത് എനിക്ക് താല്പര്യമില്ല. ബാക്കിയുള്ള 8 മെമ്പർമാരും നിന്റെ കൂടെ ഇല്ലേ? ബാക്കിയുള്ള 8 മെമ്പർമാരെ കാര്യമല്ല നോക്കണം, ഞാൻ എന്റെ കാര്യം നോക്കുന്നു. നീ 8 മെമ്പർമാരെ നീ പറയ് BJP-യുമായിട്ട് യാതൊരു ബന്ധമില്ല. നീ പറയ് പറഞ്ഞല്ലോ BJP-യായിട്ട് യാതൊരു ബന്ധമില്ല, എനിക്ക് വർഗീയ രാഷ്ട്രീയം എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. നീ അതെല്ലാവർക്കും കൂടി ഒരുമിച്ച് പറഞ്ഞാൽ കുഴപ്പം അല്ലേ? അവരെന്താ പറയാത്ത ഒറ്റയ്ക്ക് പറഞ്ഞോളൂ അവർക്ക്. അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞ നമ്മൾ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമല്ലേ? അക്ഷയ്ക്ക് ഈ സ്ഥാനം കിട്ടിയത് കൊണ്ടാണ് അക്ഷയ്ക്ക് ഇത് സംസാരിക്കാൻ പറ്റുന്നത് അല്ലേ? കിട്ടണ്ടായിരുന്നു, അതായിരുന്നു നല്ലത്. അല്ലെങ്കിൽ ഞാൻ രാജിവെക്കാം, ഞാൻ രാജിവെച്ചോളാം. വേണ്ടെന്ന് ഞാൻ മെമ്പർസാണ് രാജിവെച്ചോളാം. വേണ്ട, അക്ഷയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ 2 മണിക്ക് നമ്മൾ തൃശ്ശൂർ പത്രസമ്മേളനം വിളിച്ചിട്ടോ. ഞാൻ വലിയ BJP സപ്പോർട്ടോടെ പ്രസിഡന്റ് ആയ ആള് രാജിവെക്കാണ് ഞാൻ വലിയ. അപ്പൊ നിന്റെ ആരോ എനിക്ക് അങ്ങോട്ട് പോയിക്കോളെ. നീ എങ്ങനെ സ്വതന്ത്രമാണ്? കൈപ്പറ്റി ചിഹ്നത്തിൽ മത്സരിച്ച ആൾക്ക് പാർട്ടി രാജിവെച്ച ഞാൻ മെമ്പർസാണ് രാജിവെച്ചോളാം. അപ്പൊ അതല്ല വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേസമയം മറ്റത്തൂർ വിഷയത്തിൽ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ടെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തൃശൂരിൽ പ്രതികരിച്ചു. ഇല്ല, പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട്. ഇക്കാര്യത്തിൽ പാർട്ടി നിലപാട് ഒന്നേ ഉണ്ടാവുള്ളൂ, അത് KPCC DCC ആയാലും പാർട്ടി നിലപാട് വ്യക്തമാണ്. പാർട്ടിയുടെ താല്പര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമായിരിക്കും, അതിന് സംശയമില്ല. വർഗീയ സംഘടനകളുമായിട്ടുള്ള ഒരു ബന്ധവും പാർട്ടിക്കുണ്ടാവില്ല. സൂരജ് സജ്ജിയുടെ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, ഇതൊരു കിറാമുട്ടിയായി തുടരുകയാണോ കോൺഗ്രസിന്? ഉന്മേഷ്, അക്ഷരാർത്ഥത്തിൽ അത്തരമൊരു അവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത്. ഇതുവരെയും ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. ഈ 8 വാർഡ് മെമ്പർമാരെ അടക്കം പുറത്താക്കിയ സമയത്തും ഇവരെ രാജിവെപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് കോൺഗ്രസ് കണക്ക് കൂട്ടിയത്. പക്ഷേ ഇതുവരെയും ഇവർ രാജിവെച്ചില്ല എന്ന് മാത്രമല്ല, ഇന്ന് അക്ഷയെ വിമത നേതാക്കൾ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഓഡിയോ ദൃശ്യങ്ങൾ കൂടി, ശബ്ദരേഖ കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ 8, അതായത് വിമതനടക്കം 8 വാർഡ് മെമ്പർമാരാണ് ഇപ്പോൾ ഈ വിമത പക്ഷത്തുള്ളത്. അക്ഷയ് വിട്ടു നിൽക്കുകയാണ്. അക്ഷയെ ഒപ്പം ചേർക്കാൻ വേണ്ടി നടത്തിയ വിമത നേതാവിന്റെ നീക്കമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. എന്തായാലും ആ ശബ്ദരേഖ പുറത്തു വന്നതോടുകൂടി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ഇവർ എത്തിയിരിക്കുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം ഉണ്ടായത് പാർട്ടിക്ക് ഒരൊറ്റ നിലപാടേ ഉണ്ടാകൂ എന്നുള്ളതാണ്. അത് ഈ DCC ഒരു വശത്ത് ഇവർക്കെതിരെ കർശന നടപടിയുമായി പോകുമ്പോൾ KPCC സമാന്തരമായി ഇവരുമായി ചർച്ച നടത്തുന്നതാണ് മാധ്യമപ്രവർത്തകർ ചോദ്യമായി ഉന്നയിച്ചത്. ഇതോടുകൂടിയാണ് ഈ വിഷയത്തിൽ ഒറ്റ നിലപാടേ ഉണ്ടാകൂ എന്ന പ്രതികരണത്തിലേക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം എത്തിയത്. എന്തായാലും ഇതുവരെയും ഈ വിഷയത്തിന് പരിഹാരം കാണാൻ കഴിയാത്തത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷ്, ശരി, സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.